എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രിസം എന്ന് പറയുന്നത് രണ്ട് ബേസുള്ള ഷേപ്പാണ്, ഘനരൂപങ്ങളാണ്. അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അതിൻ്റെ വോളിയം എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ബേസ് സിലിണ്ടർ, അതായത് സർക്കുലർ ഷേപ്പിൽ വരുന്ന ഒരു പ്രസത്തെ പറ്റിയാണ് പറയുന്നത്. Base, a prism with a base is a circle is called a cylinder. Base സർക്കിൾ ആയിട്ട് വരുന്ന ഒരു പ്രസത്തിന് പറയുന്ന പേരാണ് സിലിണ്ടർ. അപ്പോൾ മറ്റെല്ലാം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രസത്തിൻ്റെ ഒക്കെ ലാറ്ററൽ ഫേസസ് റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരുന്നു. ഇവിടെ ലാറ്ററൽ ഫേസ് ഇങ്ങനെ കർവ്ഡ് ഷേപ്പാണ്. ഒറ്റ ലാറ്ററൽ ഫേസേ ഉള്ളൂ. രണ്ട് ബേസും ഒരു ലാറ്ററൽ ഫേസും. ആ ലാറ്ററൽ ഫേസിന് കർവ്ഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് കർവ്ഡ് സർഫസ് എന്നാ പറയുക. അതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ്, ബേസ് റേഡിയസ് ആർന്നും ഹൈറ്റ് എച്ച് എന്നും എടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. വോളിയം എന്ന് പറയുന്നത് ഏതൊരു പ്രസത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഏതൊരു പ്രസത്തിൻ്റെ വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ബേസ് ഏത് ഷേപ്പാ? സർക്കുലർ ഷേപ്പാ. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. സോ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എന്ന ബേസ് ഏരിയന്റെ ഹൈറ്റ്. ഏതൊരു പ്രസത്തിന്റെയും വോളിയം ബേസ് ഏരിയന്റെ ഹൈറ്റ് ആണ്. ബേസിന്റെ ഷേപ്പാണ്, സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് വോളിയം ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് വുഡ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ പ്രിസം വിത്ത് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 20 സെന്റിമീറ്റർ. ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ, ഹൈറ്റ് 20 സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ആകൃതിയിലുള്ള ഒരു മരകഷ്ണം, ഒരു തടി. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് സിലിണ്ടർ ദാറ്റ് ക്യാൻ ബി കർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നിർമ്മിക്കാവുന്ന എന്ന് പറഞ്ഞാൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടറിന്റെ വോളിയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ഇതുപോലെ ഒരു സ്ക്വയർ പ്രസത്തിന്റെ ഷേപ്പിലുള്ള ഒരു മരക്കഷ്ണം, അതായത് അതിന്റെ ബേസ് 10 ആണ്, ഹൈറ്റ് 20 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പ്രസത്തിന്റെ ഷേപ്പിലുള്ള ഈ സിലിണ്ടർ, ഈ സ്ക്വയർ പ്രസത്തിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഈ ബേസ് സ്ക്വയറിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സർക്കിൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം, ഇങ്ങനെ ചരണ്ടിക്കളയണം. അതായത് ഈ ബേസ് സർക്കുലർ ഷേപ്പിൽ വരണം, ഹൈറ്റിന് വ്യത്യാസമില്ല. ഹൈറ്റ് 20 തന്നെ, ബേസ് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ വരും. അപ്പോൾ നോക്കിക്കേ, ബേസ് സർക്കുലർ ഷേപ്പിൽ വരുമ്പോൾ ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ 1 എഡ്ജ് തന്നെയായിരിക്കും. കാരണം സ്ക്വയറിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 എഡ്ജ്, ബേസ് എഡ്ജ് തന്നെയായിരിക്കും. അതായത് ഹൈറ്റ് 20 ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ബേസ് എന്ന് പറയുന്നതാണ് ഈ 10. അതായത് ഈ 10 തന്നെയാണ് ആ സ്ക്വയറിന്റെ 1 സൈഡ് തന്നെയാണ് അതിന്റെ ഡയമീറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഇത് 10 ആണ്. അപ്പോൾ ബേസ് ഡയമീറ്റർ 10 ആണ്, ഹൈറ്റ് 20 ആണ്. ഡയമീറ്റർ 10 ആകുമ്പോൾ റേഡിയസ് എത്ര വരും? 10ന്റെ ഹാഫ്. റേഡിയസ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബേസ് റേഡിയസ് നമുക്ക് കിട്ടി, ഹൈറ്റ് അറിയാം. നമ്മൾ ഇതിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടറിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ഓഫ് ദി പ്രിസമാണ്, അത് 10 ആണ്. അപ്പോൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 10ന്റെ ഹാഫ്, 5 സെന്റിമീറ്റർ. ഹൈറ്റിന് മാറ്റമില്ല, കാരണം അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഹൈറ്റ് സെയിം ആണ്. സിലിണ്ടറിന്റെ ബേസ് മാത്രം സർക്കുലർ ഷേപ്പിലേക്ക് മാറുമ്പോൾ ഈ കോർണേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ R ഈസ് ഈക്വൽ ടു 5, H ഈസ് ഈക്വൽ ടു 20. അതിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞേക്കണേ? വാട്ട് ഈസ് ദി വോളിയം? വോളിയം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച്. ആറും എച്ചും അറിയാം. ആർ എന്ന് പറയുന്നത് 5 ആണ്, എച്ച് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 20. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 500. സോ 500 പൈ ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇത് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ
സിലിണ്ടറിന്റെ വോളിയം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈറ്റിന് മാറ്റമില്ല. ബേസ് എഡ്ജ് എന്ന് പറയുന്നത് തന്നെയാണ് ബേസ് ഡയമീറ്റർ ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആ സ്ക്വയറിന്റെ വൺ സൈഡ് തന്നെയായിരിക്കും. അപ്പോൾ 500 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ വോളിയം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ദി ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക് ഈസ് 1 മീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 2 മീറ്റർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? അപ്പോൾ നോക്കിയേ, ഒരു ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ടാങ്ക്, ആ ടാങ്കിന്റെ ബേസ് ഡയമീറ്റർ അത് എത്രയാണ്? 1 മീറ്റർ ആണ്. സിലിണ്ടറിക്കൽ ടാങ്കിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, ഹൈറ്റ് എത്രയാണ്? 2 മീറ്റർ ആണ്. അതായത് ഇങ്ങനെ ഒരു ടാങ്ക്, അതിന്റെ ഹൈറ്റ് 2 മീറ്റർ ആണ്, ബേസ് ഡയമീറ്റർ 1 മീറ്റർ ആണ്. ഇത് 1 മീറ്റർ, ഹൈറ്റ് 2 മീറ്റർ. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് വാട്ടർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കപ്പാസിറ്റി ഓഫ് ദിസ് ടാങ്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? എച്ച് അറിയാം, പിന്നെ ആർ അറിയാം. എച്ച് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു ഡയമീറ്ററിന്റെ ഹാഫ്, ആർ 1/2, എച്ച് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പോൾ റേഡിയസ് ഡയമീറ്ററിന്റെ ഹാഫ് 1/2 മീറ്റർ, അര മീറ്റർ, ഹൈറ്റ് 2 മീറ്റർ. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? ഓക്കെ, പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് വോളിയം. അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് ഹാഫ് സ്ക്വയർ ഇൻറ്റു 2. അപ്പോൾ ഇവിടെ പൈ ഇൻറ്റു ഹാഫിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 1/4 ഇൻറ്റു 2. അപ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 ൽ 2 ടൈംസ്. അപ്പോൾ പൈ ഇൻറ്റു 1/2, അതായത് π/2 മീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് ദിസ് ടാങ്ക്. π/2 ക്യൂബിക് മീറ്റർ. ഓക്കെ, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. 3.14ന്റെ ഹാഫ്, അതായത് 1.57 മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ വോളിയം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കപ്പാസിറ്റി ഇൻ ലിറ്റർ. ഇതിന്റെ വോളിയം ലിറ്ററിൽ കണക്കാക്കണം, എത്ര ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളുന്ന. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സൈസ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരുന്ന ഒരു ടാങ്ക്. അതിൽ 1000 ലിറ്റർ വെള്ളം കൊള്ളും. അതായത് 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. അപ്പോൾ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ ഇൻറ്റു 1000 മൾട്ടിപ്ലൈ ടു 1000. അപ്പോൾ ഈക്വൽ ടു 1.57 ഇൻറ്റു 1000 ലിറ്റർ. 1.57 1000 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 3 ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് മാറണം. ഇപ്പോൾ 2 ഇവിടെ ഉണ്ട്, ഒരു 0 കൊടുക്കുന്നു. അപ്പോൾ 1570 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ ടാങ്കിൽ 1570 ലിറ്റർ വെള്ളം കൊള്ളും. സോ കാര്യം പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ വോളിയം കണ്ടുപിടിച്ചു. വോളിയം മീറ്റർ ക്യൂബിലാണ്. ക്യൂബിക് മീറ്ററിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം, മൾട്ടിപ്ലൈ വിത്ത് 1000. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാനാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1570 ലിറ്റേഴ്സ്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. The base radius of an iron cylinder is 15 centimeter and the height 32 centimeter. It is melted and recast into a cylinder of radius 20 centimeter. What is its height? അപ്പോൾ നോക്കിക്കേ, ഒരു മെറ്റൽ സിലിണ്ടർ, അതിൻ്റെ ഹൈറ്റ് 32 സെന്റിമീറ്റർ ആണ്, റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു മെറ്റൽ, അതിൻ്റെ റേഡിയസ് അറിയാം, ഹൈറ്റ് അറിയാം. ഇത് ഉരുക്കി അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി എന്ത് ചെയ്തു? ഇറ്റ് ഈസ് റീകാസ്റ്റ് ഇൻ ടു അനദർ സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 20 സെന്റിമീറ്റർ. ഇത് 15 സെന്റിമീറ്റർ ആയിരുന്നു, 20 സെന്റിമീറ്റർ ആക്കി. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം? ഇതിനെ അടിച്ച് പരത്തി എന്താക്കുന്നു? കുറച്ച് ഹൈറ്റ് കുറയ്ക്കുന്നു, അല്ലേ? അപ്പോൾ വിഡ്ത്ത് കൂടും. അപ്പോൾ അതായത് ഇതിൻ്റെ റേഡിയസ് 20 ആയി. അപ്പോൾ ഹൈറ്റ് സ്വാഭാവികമായിട്ടും കുറയും. ഇതിനെ ഷേപ്പ് ചെയ്തെടുത്താണിത്. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അതായത് ഈ സിലിണ്ടറിൻ്റെ മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്തെടുത്താണ് ഈ സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ വോളിയം തന്നെയായിരിക്കും ഇതിൻ്റെ വോളിയം. അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് തന്നെയായിരിക്കും ഇതിൻ്റെ വോളിയം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എച്ച് എന്ന് എടുക്കാം. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഹൈറ്റ് എച്ച്, ഇതിൻ്റെ വോളിയം V1, ഇതിൻ്റെ വോളിയം V2 എന്ന് എടുക്കുക. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഹൈറ്റിനെ നമുക്ക് H1 എന്ന് എടുക്കാം. H1 32 ആണ്. രണ്ടാമത്തേൻ്റെ ഹൈറ്റിനെ H2 എന്ന് എടുക്കാം. H2 H എന്ന് നമ്മൾ എടുത്താൽ തന്നിട്ടില്ല. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് സിലിണ്ടർ. അപ്പോൾ ലെറ്റ് വി ചൂസ് ദി ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ആസ് H1 and H1 is given 32.
centimeter. And height of second one we need to find out, that is h2 we need to find out, so it is taken as h. And the radius of the first cylinder is r1, that is equal to 15 centimeter. Radius of the second cylinder is r2, that is 20 centimeter. ആൻഡ് ഇതിനെ ഷേപ്പ് ചെയ്താണ് ഈ രൂപത്തിലാക്കിയിരിക്കുക. അപ്പോൾ രണ്ടിൻ്റെ ക്വാണ്ടിറ്റി സെയിം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ V1 ഈക്വൽ ടു V2 വി നോ. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന് വോളിയം, അതായത് പൈ ഇൻറ്റു R1 സ്ക്വയർ ഇൻറ്റു H1. അപ്പോൾ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ആയ പൈ R1, ഒന്നാമത്തേന്ന് കാണിക്കാനാണ് R1 എന്ന് കൊടുത്തത് കേട്ടോ. പൈ ഇൻറ്റു R1 സ്ക്വയർ ഇൻറ്റു H1, ഒന്നാമത്തേൻ്റെ റേഡിയസ് സ്ക്വയർ ഇൻറ്റു ഒന്നാമത്തേൻ്റെ ഹൈറ്റ്. പൈ ഇൻറ്റു രണ്ടാമത്തേൻ്റെ റേഡിയസ് സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വോളിയം പൈ R1 സ്ക്വയർ H1, ഇതിൻ്റെ വോളിയം പൈ R2 സ്ക്വയർ H2. അപ്പോൾ പൈ ഇൻറ്റു R1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 15 കൊടുക്കാം. 15 സ്ക്വയർ ഇൻറ്റു H1ൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഹൈറ്റ് 32 കൊടുക്കാം. ഇവിടെ പൈ ഇൻറ്റു R2ൻ്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുക്കാം. അപ്പോൾ 20 സ്ക്വയർ. ഹൈറ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്, അത് H. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട H ആണ്. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വരും? H വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു 15 സ്ക്വയർ ഇൻറ്റു 32 മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഈ പൈ ഇൻറ്റു 20 സ്ക്വയർ ഇപ്പറേറ്റ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ വരും. അപ്പോൾ പൈ ഇൻറ്റു 20 സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യാം. പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 32, ഇവിടെ 20 ഇൻറ്റു 20, അവിടെ പൈയും ക്യാൻസലായി പോയി. അപ്പോൾ 15ൻ്റെ 20യെ നമുക്ക് ക്യാൻസൽ ചെയ്യാം 5 കൊണ്ട്. 4 5s ആർ അല്ലേ. അപ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 3 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 2 32. അപ്പോൾ ഇവിടെ ബാക്കി വന്നിട്ട് 3 ഇൻറ്റു 3 ഇൻറ്റു 2, ദാറ്റ് ഈസ് 18 സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ സിലിണ്ടറിനെ റീകാസ്റ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റിന് 32 ആയിരുന്നു, അതിൻ്റെ ഹൈറ്റ് 18 മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു റേഡിയസ് കൂടി, ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞു. ഇവിടെ റേഡിയസ് കുറഞ്ഞു, ഹൈറ്റ് കൂടി, അതാണ് വ്യത്യാസം. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ഈസ് ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് സിലിണ്ടർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ 2 പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ്, 2 അല്ല 3 പ്രോബ്ലം. അപ്പോൾ 3 പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.